നല്ല ഗംഭീരമായ മത്സരപ്രാവുകളെ വളർത്തുന്ന ഒരു കിടിലം ലോട്ട്. രണ്ട് അതുല്യ പ്രതിഭകളെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ പ്രാവുകളെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ മുഴുവൻ പ്രാവുകളെയും കാണിക്കാം. ബിബിയേട്ടൻ, ഗുഡ് ഈവനിങ്. സുരേഷ് കടുക്കാങ്കുന്നു. അപ്പോൾ ബിബിയേട്ടൻ്റെയാണ് ഈ പ്രാവുകള് കാര്യങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ പ്രാവുകളൊക്കെ. അപ്പോൾ ബിബിയേട്ടൻ ഈ പ്രാവുകളായിട്ട് വന്നിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്? ഞാനൊരു 10-50 കൊല്ലമായിട്ട് പ്രാവ് വളർത്തുന്നു. അപ്പോൾ എത്ര ഏജ് ഉണ്ട്? ഏജ് എനിക്ക് 64 വയസ്സായി. 64. സുരേഷ് ഏട്ടനെ പരിചയപ്പെട്ടിട്ട്? സുരേഷിനെ ഒരുപാട് കാലം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതായിണ്ട് ഒരുപാട് അടുത്തായി പരിചയപ്പെട്ടത് ഒരു 2 കൊല്ലം കഴിഞ്ഞു, 2-3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവുകളുടെ ലെജൻഡാണ്. കഴിഞ്ഞ സീസണിൽ സുരേഷ് ഏട്ടനെ കുറിച്ചിട്ട് ഭയങ്കര ഒരു ചർച്ച തന്നെ നടന്നിട്ടുണ്ട് പാലക്കാട്. 8 മണി ടൂർണമെന്റിൽ 8 മണി വരെ പ്രാവിനെ പറപ്പിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ജബിപേട്ടൻ പ്രാവ് ഫീൽഡിലുണ്ട് 50 വർഷത്തോളമായി. ജോബ് എന്താണ് ചെയ്യുന്നത്? ഞാൻ റെയിൽവേ ജോലിക്കാരനായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയി 2021 റിട്ടയർഡ് ആയി. അതുകൊണ്ടാണ് ഈ പ്രാവുകളെ പറപ്പിക്കാൻ പറ്റുന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഞാൻ ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി, പകല്, മോർണിംഗ് അങ്ങനെയൊക്കെ ഡ്യൂട്ടികളുണ്ടാവും. പ്രാവ് പറപ്പിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. ഇപ്പൊ റിട്ടയർഡ് ആയ പിന്നെ പ്രാവുകളെ പറപ്പിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്. എത്ര ടൈപ്പ് പ്രാവുകളുണ്ട് ഈ ലോഫ്റ്റില്? ഒരുപാട് ലൈനേജ് പ്രാവുകളുണ്ട്. ഞാൻ ഇങ്ങനെ റെയിൽവേ ജോലി ആയതുകൊണ്ട് ഓരോരോ സ്ഥലത്ത് നമ്മൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ആൾക്കാരെ പ്രാവ് വളർത്തുന്നവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാൻ പരിചയപ്പെട്ട ആൾക്കാരൊക്കെ പഴയ ആൾക്കാരാണ്. അതായത് ഒരു ഈറോഡ് ഒരു മാറൻ എന്ന് പറയും, പുറാ മാറൻ എന്ന് പറയും. ഇപ്പൊ പേര് കേട്ട കന്ദസ്വാമി അണ്ണന്റെ ഒക്കെ ഒരു കൂട്ടുകാരൻ. കന്ദസ്വാമി അണ്ണൻ ഇപ്പൊ നല്ല പ്രായമായി. ഞാൻ കന്ദസ്വാമി അണ്ണന്റെ അടുത്ത് പ്രാവ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കന്ദസ്വാമി അണ്ണനെക്കാട്ടിലും ഒരു 10 വയസ്സൊക്കെ കൂടുതലുള്ള ആള്, 10-15 വയസ്സ് കൂടുതലുള്ള ആളാണ് മാറൻ പറയും. അയാള് റെയിൽവേ ജോലിക്കാരനാണ്. എന്റെ അതേ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. പുള്ളിനെ ഞാൻ പരിചയപ്പെട്ട് പ്രാവ് എനിക്ക് തന്നിട്ടുണ്ട്. മാറൻ, പുറാ മാറൻ എന്ന് പറയും. പേരെന്നെ അയാളുടെ പുറാ മാറൻ എന്നാ പറയാ. പിന്നെ പോകുന്നവിടെയൊക്കെ ഇവിടെ നാഗപട്ടണം പോയി പ്രാവ് വാങ്ങിച്ചിട്ടുണ്ട്. ഉടുമലപ്പേട്ട ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. ഉടുമലപ്പേട്ടയിൽ നിന്ന് കുറെ പ്രാവുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. കോയമ്പത്തൂർ ഇഷ്ടംമാതിരി ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ ആദ്യം പ്രാവുകൾ തന്നിട്ട് ഇപ്പൊ അവര് പറയണത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഈ പാലക്കാട്ടുകാരും കേരളത്തിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് ഈ പ്രാവുകളൊക്കെ കൊണ്ടുപോയി ഇവിടെ പ്രാവുകൾ ഇല്ലാണ്ടായി. ഇനിയിപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾ പ്രാവ് തരും പറഞ്ഞിട്ട് എന്റെ ഇവിടെ കഴിഞ്ഞ കൊല്ലം വന്നിട്ട് കോയമ്പത്തൂരത്തെ ടീമാണ്, ഉടുമലപ്പെട്ടത്തെ ടീം വന്നിട്ട് ഒരു 10-20 പ്രാവ് ഇവിടുന്ന് കൊണ്ടുപോയി. എനിക്ക് പ്രാവ് തന്നവരാണ്. അവര് ഇപ്പൊ ഇവിടുന്ന് പ്രാവ് കൊണ്ടുപോകും. അപ്പൊ ശരിക്കും മത്സര പ്രാവുകളുടെ ഉറവിടം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എവിടെയാ? തമിഴ്നാട് തന്നെയാണ്. അതായത് മെയിൻ പ്രാവുകളുടെ ഉറവിടം പറഞ്ഞ ട്രിച്ചിയാണ്. ട്രിച്ചി എന്നാണ്. ഇന്നിപ്പോ നാഗർകോവില് ഏറ്റവും നല്ല പ്രാവുകൾ പറപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നാഗർകോവിലെ പ്രാവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ട്രിച്ചിന്ന് പോയ പ്രാവുകളാണ്. ട്രിച്ചി പ്രാവ്. പിന്നെ അവര് പ്രാവുകൾ പറഞ്ഞാൽ ഈ പ്രാവുകൾ ട്രിച്ചി പ്രാവ് നല്ല പറവിയുള്ള പ്രാവാണ്. പക്ഷെ ട്രിച്ചിയിലത്തെ പ്രാവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമാണ്. അതായത് അവര് പ്രാവ് പറപ്പിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് പറപ്പിക്കുക. അഗ്നി നക്ഷത്രത്തിലാണ് അവർ പ്രാവ് പറപ്പിക്കുക. അഗ്നി നക്ഷത്രം ഏപ്രിലില് അഗ്നി നക്ഷത്രം വെയിലിന്റെ ഏറ്റവും ചൂട് കൂടിയുള്ള സമയം മത്സരം നടക്കുന്നത്. ആ അഗ്നി നക്ഷത്രത്തില് അവര് 2 മണി വരെ 3 മണി വരെ വൈകുന്നേരം 6-10 വരെയൊക്കെ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. കടും വെയിലായിരിക്കും. നമ്മളെ പ്രാവുകളൊക്കെ ആണെങ്കിൽ വീഴും. അങ്ങനെയുള്ള പ്രാവിനെ നമ്മുടെ ക്ലൈമറ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഇവിടെ ഈ നേരം വെളുത്താലും പ്രാവുകൾ ഇരിക്കാണ്ടാകുന്നത് കാരണം അങ്ങനെയുള്ള ലൈനേജ് പ്രാവുകളൊക്കെ കുറഞ്ഞിട്ടുള്ളത് കാരണമാണ്. ഇവിടെ ഉണ്ട് ആ ടൈപ്പ് പ്രാവുകളൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടം വരും. സുരേഷേട്ടൻ ബിബിയേട്ടനായിട്ട് 3 വർഷത്തെ പരിചയം തന്നെ ഉള്ളത്. അതെ, അത്രയും ഡീപ്പായിട്ട് പരിചയം വന്നിട്ട് 3 വർഷമാണ്. ഈ ലോഫ്റ്റിലൊക്കെ വരാറുണ്ടല്ലേ? ഡെയിലി വരാറുണ്ട്. വർക്ക് ഞാൻ ഫോട്ടോഗ്രാഫിയാണ്. അത്യാവശ്യം ഫ്രീ ടൈമുള്ള സമയങ്ങളെല്ലാം ഞങ്ങള് കുറച്ച് പ്രാവ് എന്ന് പറഞ്ഞാൽ പ്രാവ് മാത്രമല്ല, ഒരു ബന്ധു, ഏട്ടനന്യമാര് ബന്ധു കൂട്ടായ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറെ പേരുണ്ട്. ഗണേശ് ഏട്ടൻ, ഞങ്ങൾ കുറച്ച് പേര് ഞാൻ വന്നിരിക്കും, സംസാരിക്കും, പ്രാവിന്റെ കഥ പറയും, അതിനെ കുറിച്ചുള്ളത് പറയും. കോമൺ ആയിട്ട് പോകുന്ന ഒരു രീതിയാണ്. ഞാൻ ഈ വിവേട്ടനെ പരിചയപ്പെട്ടു പറഞ്ഞപ്പോ 3 വർഷമായിട്ട് നല്ല ഡീപ്പാണ്. ഞങ്ങൾ ഡെയിലി ഒരു ദിവസമെങ്കിലും കാണാതെയോ അല്ലെങ്കിൽ വിളിക്കാതെയോ ഇരിക്കില്ല. ഏറ്റവും കൂടുതൽ ബന്ധങ്ങളാണ് പ്രാവിനെ കിട്ടുന്നത്. പിന്നെ പ്രാവുകളൊക്കെ അപ്ഡേറ്റഡ് എല്ലാവർക്കും വരും. നല്ലതും വരും, കെട്ടതും വരും. പറപ്പിക്കാൻ സമയം കിട്ടുന്ന സാഹചര്യം എല്ലാം കിട്ടും. പക്ഷെ വിവേട്ടനെ ഞാന് ഒരു 10-15 കുഞ്ചൻ, നമ്മൾ ആണ്ടിയമട്ട് കുഞ്ചൻ പ്രാവ് വളർത്തുന്ന സമയത്ത് അത് ദാമോദരായിട്ട് ഈ ചെണ്ടക്കോഴിയും പ്രാവ് കളത്തിലൊക്കെ പ്രാവ് പാടം നിർത്തിയിട്ട് തന്നെയാണ് നമ്മള് നമ്മുടെ അയ്യൂക്കാന്റെ അച്ഛൻ, മൂസ്നാറണ്ണൻ, മാണിക്കണ്ണൻ, നടരാജേട്ടൻ. നടരാജേട്ടനൊക്കെ നമ്മുടെ ഒരു ഗുരുവാണ്. ഗുരുസ്ഥാനം എന്ന് പറഞ്ഞാലും പോലെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്.
അതുമാതിരി തന്നെയാണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്തി പോകാൻ കഴിയുന്നുണ്ട് പ്രാവിന്. അപ്പൊ ബിബിയേട്ടൻ പ്രാവിനെ കൊണ്ടുവന്നത് ആ ഒരു 50 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് പ്രാവിനെ കൊണ്ടുവന്നത് നമ്മൾ ഇവിടെ നിന്നാണോ അതോ തമിഴ്നാട്ടിൽ തന്നെയാണോ കൊണ്ടുവന്നത്? ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ്. സ്ഥലം എനിക്ക് ഓർമ്മയില്ല. പാലക്കാട് പ്രാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് പാലക്കാട് ഒരു 5-6 പ്രാവുകളേ ഉള്ളൂ, പാലക്കാട് പ്രാവുകൾ. ബാക്കി ഈ ലോഫ്റ്റില് ബാക്കി എല്ലാം ട്രിച്ചി, ഉടുമലപ്പേട്ട, അധികം പ്രാവുകൾ ഉടുമലപ്പേട്ടയാണ്. ഉടുമലപ്പേട്ട. പിന്നെ ഈ ഒരു 2 കൊല്ലമായിട്ട് നാഗർകോവിലില് കുറച്ച് പ്രാവുകൾ എടുത്തിട്ടുണ്ട്. അവിടെ രമേശ് ആർമുഖം അവരുടെ പ്രാവ് എടുത്തിട്ടുണ്ട്. രമേശ് ആർമുഖന്റെ പ്രാവ് എടുത്തിട്ടുണ്ട്. പിന്നെ AK സ്റ്റാറിന്റെ പ്രാവ് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് കലർത്തുന്ന പ്രാവുകൾ? ഞാനിവിടെ കൊണ്ടുവന്ന് കലർത്തി. അതില് പിന്നെ നമ്മുടെ സെൽവരാജിന്റെ മോൻ ഗോഡ്വിന്റെ അടുത്ത് നിന്ന് കുറച്ച് പ്രാവുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് എന്റെ അടുത്ത് ഗോഡ്വിന്റെ പ്രാവാണ്. കഴിഞ്ഞ കൊല്ലം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ടൂർണമെന്റ് പാലക്കാട് ഡിസ്ട്രിക്റ്റിന്റെ ഇതില് 7:15 വരെ പറഞ്ഞിട്ടുണ്ട്. അതായത് 12 മണിക്കൂറും 15 മിനിറ്റും. അതായത് എനിക്ക് അതിന് മീതെയൊന്നും പ്രാവ് പറപ്പിക്കാനുള്ള ഇതില്ല. പക്ഷെ ഇവിടുത്തെ ലോഫ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. ഫാൽക്കൺ അറ്റാക്ക് നിറയുണ്ട്. അത് മാത്രമല്ല, എന്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ഭക്ഷണങ്ങളൊക്കെ സ്വയം ഞാൻ വെച്ച് കഴിക്കുകയാണ്. അപ്പോ എനിക്ക് ഈ പ്രാവിനെ ഫുൾ നൈറ്റൊക്കെ നോക്കിയിട്ട് ഭക്ഷണമൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊരു 8 മണീൻ്റെ ഉള്ളിൽ പ്രാവിനെ ഇറക്കും. അങ്ങനെ ഞാൻ വൈകുന്നേരം 6:30 മണിക്ക് കൂട് തുറന്നു വിട്ടു. അപ്പോൾ ഇവര് പ്രാവ് കണ്ടുകൊണ്ടിരിക്കുന്നവർ, പറപ്പിക്കുന്നവരൊക്കെ പറഞ്ഞു, പ്രാവ് 6:30 മണിക്ക് തുറന്നു വിട്ടാൽ അത് ഇറങ്ങുമൊന്നുമില്ല, പ്രാവിനെ കണ്ട് പറയും, ഒരു 7, 7:15, 7:30 ഉള്ളിൽ ഇരിക്കും, അങ്ങനെ പറഞ്ഞു. അതേപോലെ 7:15 പ്രാവ് ഇരുന്നു. പ്രാവ് 6:30 തന്നെ തുറന്നു വിട്ടു ഞാൻ. അതേത് പ്രാവാണ്? പാലക്കാട് തമിഴ്നാട്ടിലത്തെ പ്രാവിനെയാണ് പറഞ്ഞത്. അത് വന്നിട്ട് അതിന്റെ അച്ഛൻ പ്രാവ് വന്നിട്ട് ഇവിടത്തെ ഉടുമലപ്പേട്ടത്തെ പ്രാവ്, അമ്മ പ്രാവ് വന്നിട്ട് കരിപ്പാളി പറയുന്ന ഒരാളുടെ പ്രാവ്. അങ്ങനെ കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് നിങ്ങൾ തന്നെ ജോഡി സെറ്റ്? ഞാൻ തന്നെ ജോഡി സെറ്റ് ചെയ്തതാണ്. വേറെ പുറത്താരെങ്കിലും ഇപ്പൊ സുരേഷിനെ പോലുള്ള ആൾക്കാരെ സുരയുടെ അഭിപ്രായം എന്റെ അടുത്ത് പറയും. ഇപ്പൊ കുറെ പ്രാവുകൾ അങ്ങനെ സുര വന്ന് ജോഡി ഇട്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തമ്മിൽ അഭിപ്രായം ഇങ്ങനെ ഇട്ടാ അങ്ങനെ ഉണ്ടാവും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ കുറച്ചിപ്പോ ജോഡികൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അതിന്റെ പവറൊക്കെ അടുത്ത കൊല്ലം അറിയുള്ളൂ. ഈ കൊല്ലം അറിയില്ല. ഈ കൊല്ലം ഇട്ട് കുഞ്ഞാക്കിയിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളാണ് അതൊക്കെ. അത് അടുത്ത കൊല്ലം അറിയും. ഇവര് ടൂർണമെന്റില് പങ്കെടുക്കാൻ വേണ്ടിട്ട് എത്ര കാലമായിട്ടുണ്ട്? ഞാൻ ഒരുപാട് വർഷം, അതായത് ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ കളിക്കാട് മണി നടത്തുന്ന ടൂർണമെന്റിലാണ് ഡിസ്ട്രിക്ട്. അതായത് അവര് മണി എന്നോട് ചോദിക്കുകയൊന്നുമില്ല, എന്റെ പേര് അതിൽ ആഡ് ചെയ്യും. പിന്നെ പൈസ ഞാൻ അതുപോലെ പ്രാവ് പറപ്പിച്ചാലും പറപ്പിച്ചില്ലെങ്കിലും ഞാൻ പൈസ കൊടുക്കും. അതായത് എനിക്ക് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പന്തയത്തിൽ മത്സരിച്ച് അതിൽ സമ്മാനം വാങ്ങണം എന്നല്ല, നമ്മളെ പ്രാവ് ഒന്ന് പറക്കണം, അത് കാണണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതാണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ അത് നടക്കൂല. ഈ ഫാൽക്കണിന്റെ പ്രശ്നം കാരണം ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പന്തയത്തിന്റെ അന്ന് പ്രാവുകൾ ഉച്ചവരെ 4 മണി വരെ കഴിഞ്ഞ കൊല്ലം അടക്കം, കഴിഞ്ഞ കൊല്ലം ഇതേപോലെ മണിയുടെ പന്തയം വിടുമ്പോൾ പ്രാവ് 12:15 ഒരു പ്രാവിനെ ലഗഡ് കൊണ്ടുപോയി. ഇതിപ്പോ നമ്മൾ ഓട്ടാൻ ശ്രമിക്കുന്ന പ്രാവ് ഒരു 20-30 ഉണ്ടെങ്കിലും ആ സമയം ചിലപ്പോൾ ഒന്നൊക്കെ കിട്ടിയായി, 1-2 ഉണ്ടെങ്കിലായി. അത്രേ ഉള്ളൂ. ഒരു 1-2 ഉണ്ടെങ്കിൽ ചിലപ്പോ 2 ജോഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ ഒരെണ്ണം കൊണ്ടുപോകും. അപ്പൊ പെട്ടെന്ന് നമുക്ക് പന്തയത്തിന് ഒരു 3 ദിവസം 2 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ വേറെ ഒരെണ്ണം ജോഡി അതിനോട് സെറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് അത് ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ അത് പിന്നെ വേറെ ഒരു ജോഡി അതിനെ കൂടെ വിട്ട് സെറ്റാക്കുമ്പോഴേക്കും ഡേറ്റ് കഴിഞ്ഞു പോകും. ഇത് കഴിഞ്ഞ കൊല്ലം 12 മണിക്കൂറും 15 മിനിറ്റും പറഞ്ഞു. ഒറ്റയ്ക്ക് കൂടെ പറഞ്ഞത്? കൂടെ ഒരു പ്രാവ് പറഞ്ഞു. അത് 7 മണിക്ക് ഇരുന്നു. ദിവ്യേട്ട, പിന്നെ ഇപ്പൊ തമിഴ്നാട് പ്രാവുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളത്. വലിയ പൈസ കൊടുത്തിട്ടാണ് പ്രാവ് വാങ്ങുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എങ്ങനെ പറഞ്ഞാൽ, ഈ പ്രാവ് എല്ലാവർക്കും പറപ്പിക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോ ഇവര് നല്ല വില കൊടുത്ത് നല്ല പ്രാവുകളെ വാങ്ങിച്ചിട്ട് വരാന്നുണ്ടാവും. പക്ഷെ നമ്മൾ നല്ല വില കൊടുത്താലും നല്ല ലൈനേജ് പ്രാവ്, നല്ല പറവിയുള്ള പ്രാവ് തരണം. പക്ഷെ ചില ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് നല്ല പ്രാവുകളൊന്നും കൊടുക്കുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ വിവേട്ടന് ഇപ്പോ 50 വർഷത്തെ എക്സ്പീരിയൻസ് ഏകദേശം ഒരു 90-100% അറിയാൻ പറ്റില്ലേ? അതൊക്കെ അറിയാൻ പറ്റും. അത് നമ്മൾ ഒരു കൂട്ടിൽ പോയിട്ട് ഒരു പ്രാവ് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാനൊന്നും പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ പ്രാവ് തരില്ല. അത് ആ പ്രാവിനെ ചോദിക്കുള്ളൂ. ഞാനും സുരയും ഒരു പൊള്ളാച്ചിയിൽ ഒരു പ്രാവ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു 3 പേര്, ഉമ്മർ, ഞാന്, സുര 3 പേര് പോയി അവിടെ കുറച്ച് പ്രാവുകളൊക്കെ കണ്ടു. അയാള് നാഷണലിൽ ലഫ്രി ആയിട്ട് പോകുന്ന ആളാണ്. അയാൾ നല്ല പ്രാവുകൾ കളക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കൂട്ടുപോയി അയാളുടെ അടുത്ത് പ്രാവൊക്കെ എന്ന് നോക്കിയിട്ട് അയാൾ ചോദിച്ചപ്പോൾ അയാള് പ്രാവ് തന്നില്ല. നിങ്ങൾ ചോദിക്കുന്ന പ്രാവൊന്നും തരാൻ പറ്റില്ല, നിങ്ങൾ ലക്ഷങ്ങൾ ചോദിച്ചാൽ തരാന്ന് പറഞ്ഞാലും ആ പ്രാവുകളൊന്നും തരാൻ പറ്റില്ല.
നിങ്ങൾ ആരാണ് എന്താണെന്ന് ഇതിന്റെ ഉള്ളിൽ കാല് വെച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. പ്രാവ് ഈ പ്രാവുകൾ വേണമെങ്കിൽ തരും. പിന്നെ ഞങ്ങൾ ഒരു 3 പ്രാവ് അതിൽ നിന്ന് അവർ തരാ പറഞ്ഞതിൽ നിന്ന് ഒരു 3 പ്രാവ് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കാലത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? പ്രാവ് ഇത്രയും പ്രാവ് അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിവേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ പ്രാവ് നമ്മള് ഒരു ഇഷ്ടത്തിന്റെ പുറത്തും ആഗ്രഹത്തിനും പുറത്തും പറ്റിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. അതിനെ കുറിച്ച് പറ്റിക്കപ്പെടുന്നുണ്ട്. അതായത് ഞാൻ മാത്രമല്ല, കുറെ പേര്, അതായത് ഈ പ്രാവ് വാങ്ങുന്നവര്, പുതിയതായി പ്രാവ് വളർത്തുന്നവര് ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. അതായത് പ്രാവ് വാങ്ങിച്ചിട്ട് വരും, അത് പറക്കും പറഞ്ഞിട്ട് വരും. അവര് നല്ല ഫുഡും കാര്യങ്ങളും കൊടുത്ത് പ്രാവിനെ നല്ലപോലെ നോക്കിയിട്ട് ലാസ്റ്റ് ആ പ്രാവുകൾ പറക്കാണ്ടാവും. പിന്നെ അവര് പറയും നിങ്ങൾ ചെയ്യുന്ന ട്രെയിനിങ് ശരിയല്ല, ഒരു വർഷം പോവും, ആ പ്രാവിനെ ജോഡിയിട്ട് കുഞ്ഞെടുത്ത് അതിന്റെ ഇതും പോവും. അങ്ങനെ ഒരുപാട് എനിക്കടക്കം പറ്റിയിട്ടുണ്ട്. അങ്ങനെ പ്രാവാണ് ഇത് കൊണ്ടുപോയി നിങ്ങൾ പറപ്പിക്കും പറഞ്ഞിട്ട് ഒരു വില വാങ്ങും. അത് ഒരു പ്രാവ് കുഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിന്റെ വാങ്ങും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എ കെ സ്റ്റാറിന്റെ അവിടെയൊക്കെ നാഗർകോവിൽ എ കെ സ്റ്റാർ സെൽവരാജിന്റെ മകൻ പ്രാവ് നല്ല ഇതാണ്. എന്നാലും ഒരുവിധം നല്ല പ്രാവുകളൊക്കെ തരുന്നുണ്ട്. ഇതിലിപ്പോ ഇത്രയും പ്രാവുകളെ നമുക്ക് കണ്ട് ഇപ്പൊ വിഭേട്ടനിലെ അനുഭവങ്ങളൊക്കെ ആകുമ്പോ ഏത് ലോഫ്റ്റിൽ തന്നെ, ഏത് ഭാഗത്തെ പ്രാവാണ് ഏറ്റവും കൂടുതൽ പറവയ്ക്കൊക്കെ കാഴ്ച പറയുകയാണെങ്കിൽ നമ്മൾ ട്രിച്ചി കരൂര് ഈ ലൈന് പ്രാവുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പാലക്കാടൻ പ്രാവുകൾക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, മെയിൽ പ്രാവാണെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ മെയിലിന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല പറവ കിട്ടും. ബ്രീഡിങ് അത് നമ്മൾ പ്രാവിന്റെ ക്വാളിറ്റിയാണ്. നമ്മൾ എടുക്കുന്ന കുഞ്ഞുങ്ങളിൽ ചിലത് ബ്രീഡിങ്ങിന്റെ ടൈപ്പിൽ വരും, ചിലത് പറവയ്ക്കുള്ളത് വരും. അതെങ്ങനെ അറിയാൻ പറ്റുക? ബ്രീഡിങ്ങും പറവകളും അത് ബ്രീഡിങ് പറയുന്ന പ്രാവുകൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും, നല്ല ഇതാണ്ടാവും. ഓട്ടി നോക്കുമ്പോൾ അറിയാം. പിന്നെ ഐസൈന് ഡിഫറെന്റ് വരും, കണ്ണ് ഡിഫറെന്റ് വരും. ബ്രീഡിങ്ങിൽ കണ്ണ് നമ്മൾ ജോഡി സെറ്റ് ചെയ്യുമ്പോൾ കണ്ണ് മുഖ്യം തന്നെയാണ്. കണ്ണ് പ്രാവിന്റെ മെയിൻ കണ്ണിലാ ഉള്ളത്. അതായത് ഇന്ന് കാലത്ത് എങ്ങനെ പറഞ്ഞാൽ ലെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെയാണ് ആൾക്കാർ നോക്കുന്നത്. നമുക്ക് ലെൻസും കാര്യങ്ങളൊന്നും നോക്കണ്ട. ഒരു പ്രാവിനെ പിടിച്ച് കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രാവ് പറക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ കണ്ണ് കണ്ട. കാരണം എങ്ങനെ പറഞ്ഞാൽ ഇത് ഒരു വലിയ ഇതൊന്നുമല്ല. നമ്മൾ ഒരു 50 കൊല്ലമായിട്ട് ഈ പറക്കുന്ന പ്രാവുകളുടെ കണ്ണ് നോക്കി 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 ഇതൊക്കെ മനസ്സിലാക്കി എടുത്തതാണ്. ഈ പ്രാവിന്റെ കണ്ണില് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി ഷേപ്പ്, പ്രാവുകളുടെ ബോഡി ഷേപ്പ് ഇങ്ങനെ ഇരിക്കണം. പറവയ്ക്ക് ഫെദർ ക്വാളിറ്റി, ചില പ്രാവുകൾക്ക് എന്ത് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കൊടുത്താലും അതിന്റെ ഫെദർ ക്വാളിറ്റി വരില്ല. ചിലത് ആ ലൈനേജ് പ്രാവുകൾക്ക് ഫെദർ ക്വാളിറ്റി നന്നുണ്ടാവും. അങ്ങനെ ഫെദർ ക്വാളിറ്റി ഉള്ള പ്രാവുകൾ പാലക്കാട് മഴയ്ക്ക് നല്ല. സുരേഷേട്ടൻ ജോഡി സെറ്റ് ചെയ്യണത് അപ്പൊ എങ്ങനെയാ? നമ്മളിപ്പോ ഒരു ആൺപ്രാവ് നമ്മളിപ്പോ ഉണ്ടാവും നിങ്ങളടുത്ത്, പെൺപ്രാവ് ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ലൈൻ ഇടുവോ അതോ എവിടെന്നെങ്കിലും കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യും? പ്രാവ് പൊതുവെ എല്ലാവരുടെ പ്രാവും ഒരു ഏരിയയിലെ പ്രാവ് എന്ന് പറഞ്ഞിട്ട് പ്രാധാന്യമല്ല. പ്രാവുകളെല്ലാം നമ്മൾ നോക്കും. പ്രാവ് നമുക്ക് നോക്കിയെടുക്കാനുള്ള ഒരു അറിവുകൾ പഠിച്ച ഈ ചെറിയ ഇതിലുള്ള അറിവുകൾ എനിക്ക് നമ്മൾക്ക് പാരമ്പര്യമായിട്ട് അച്ഛനും മുത്തച്ഛനായിട്ടൊന്നും പ്രാവ് വളർത്തിയിട്ടോ അല്ലെ കുടുംബത്തിൽ ആർക്കും അങ്ങനത്തെ ഒരു പ്രാധാന്യം. നമ്മൾ ഇപ്പൊ സ്കൂളിൽ പോകുന്ന ട്യൂഷനും മറ്റുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മുടെ അവിടെ കുറെ ഏട്ടന്മാര് പ്രാവ് വളർത്തിയിട്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് പ്രാവ് പുതുതായിട്ട് 2ാമത് പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ ട്യൂഷന് പോകുമ്പോ അത് എത്തി നോക്കിയിട്ട് നമ്മളെ ഇതിലേക്ക് ആശാനായിട്ടൊന്നും ഇല്ല. നിങ്ങൾ തന്നെ നോക്കി പഠിച്ച ആശാൻ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പ്രാവിനെ കുറിച്ച് അറിവ് പറഞ്ഞ ആശാനായിട്ടൊന്നും ആരും അല്ല. വിവേട്ടന് അങ്ങനെ 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ വിവേട്ടന് ചെറുപ്പത്തിൽ ആശാൻ എന്റെ അപ്പൻ തന്നെ എനിക്ക് ആശാൻ. ആളായിട്ട് പ്രാവ് കൊണ്ടുവന്നാണ്. ആള് പ്രാവ് വെച്ചിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പൊ ആള് പ്രാവ് വെച്ചിട്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുത്തിട്ട് എന്നെ മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പ്രാവുകൾക്ക് തീറ്റ കൊടുത്തു. അന്ന് എനിക്കൊരു ബുദ്ധി വരുമ്പോ തന്നെ ഈ പ്രാവുകളെ കണ്ട് അന്ന് പിടിച്ചതാണ് ഈ പ്രാവുകൾ തന്നെ ആ പ്രാന്ത്. അത് അപ്പം മുതൽക്ക് തന്നെ ഈ പ്രാവിനോട് ഭയങ്കര ഇതാണ്. പക്ഷെ അപ്പൻ ഭയങ്കര എതിരായി. കാരണം പറഞ്ഞാൽ ഈ പ്രാവ് വളർത്തുന്നത് കൊണ്ടുള്ള ദോഷവും ഗുണവും എല്ലാം മൂപ്പർക്ക് അറിയും. മൂപ്പര് പറയും നീ പുസ്തകം തുറന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല, ഈ പ്രാവിനെയൊന്നും എനിക്ക് ഓർമ്മ വരുള്ളൂ. രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നത് സ്വപ്നം കാണുന്നടക്കം പ്രാവിനെ നീ സ്വപ്നം കാണുള്ളൂ. ഇതൊക്കെ ഞാൻ അനുഭവിച്ചവനാണ്. എന്നിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫ് തന്നെ ആയല്ലോ. അത് എന്റെ കഴിവൊന്നുമല്ല. അതായത് ജോലിക്കാരനാണ്. അന്നത്തെ ആ ഒരു ഇതില് ഒരു പരിചയത്തിന്റെ മേലെ ഒരു സ്ഥലത്ത് പോയി രജിസ്റ്റർ ചെയ്ത് വെച്ച് അന്നൊക്കെ അങ്ങനെ കിട്ടിയതാണ്. ഇന്നൊന്നും ഒരു റെയിൽവേ ജോലിയൊന്നും കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത്ര ബുദ്ധിമുട്ട്. മക്കളെ അപ്പൊ ജോലി? എന്റെ മകനൊന്ന് IT കമ്പനിയിലാണ്. കല്യാണം കഴിഞ്ഞു ബാംഗ്ലൂർ. മോള് ടീച്ചറാണ്, പൊള്ളാച്ചിയിൽ ടീച്ചറാണ്.
പ്രാവുമായി 50 വർഷത്തെ പരിചയസമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിൽ ഇതുപോലെയുള്ള കുറച്ച് നല്ല സംഭാഷണങ്ങളും ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രാവുകളെയും ഞാൻ ഉടനെ കാണിച്ചു തരുന്നതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആരെല്ലാമാണ് കണ്ടതെന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ അത് എനിക്ക് കൂടെ അറിയാമായിരുന്നു. നിങ്ങളുടെ അറിവിൽ ഇതുപോലെ തമിഴ്നാട് ടച്ചുള്ള പ്രാവുകളെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യുമല്ലോ അല്ലേ?